ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് അരിപ്പൊടി വെച്ചുകൊണ്ട് പെട്ടെന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പുട്ടിനെ പോലൊക്കെ കാണാനുണ്ടെങ്കിലും അതുപോലൊന്നല്ല, നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ പലഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഓവർ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ ജസ്റ്റ് ഒരു മസാല ഒക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവൊക്കെ വേണമെങ്കിൽ. ഞാൻ ഇവിടെ കുറച്ചൊരു എരിവ് കുറച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു പച്ചമുളക് മാത്രം ചേർത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഉള്ളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇവിടെ നല്ല ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ളൂ ഇതെല്ലാം ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം, അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ. അത്യാവശ്യം നല്ലപോലെ തന്നെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ചെറുതായിട്ട് അരിയാം. അപ്പോൾ പെട്ടെന്ന് കുക്കായിട്ടും കിട്ടും. അപ്പോൾ അതും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തക്കാളിയൊക്കെ ഒന്ന് നല്ല കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് കേട്ടോ അടച്ച് വെക്കുന്നത്. ഇപ്പോൾ നല്ലവണ്ണം തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് മുട്ട ചേർത്ത് കൊടുക്കാം. ബീഫോ ചിക്കനോ അങ്ങനെ ഏത് ഫില്ലിങ്സും നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ജസ്റ്റ് മുട്ട വെച്ചിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ മുട്ടയിലേക്ക് ആവശ്യമായിട്ട് കുറച്ചും കൂടി ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് ചിക്കിയെടുക്കാം. നമ്മളെ ഫില്ലിങ് അത്യാവശ്യം ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഒന്നൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയില, കറിവേപ്പില എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്നൊന്ന് ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള. ഇനി നമ്മളിതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ നനച്ചെടുക്കാം. നമ്മൾ പുട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്ന അതേ രീതിക്ക് തന്നെയാണ് പൊടി ചെയ്തെടുക്കുന്നത്. എന്നാൽ കുറച്ചും കൂടി ഒരു നനവൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ തന്നെ കട്ടൊക്കെ ഒന്ന് ഒടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ നനവ് കറക്റ്റ് ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ നല്ലപോലെ കൂടിയിട്ട് കിട്ടുകയും എന്നാലും നമ്മൾ വിടിയിക്കുമ്പോൾ മൊത്തമായിട്ട് വിട്ട് കിട്ടുകയും ചെയ്യുന്ന ആ ഒരു പരുവം മാത്രം മതിയാവും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് മൊത്തമായിട്ട് തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നല്ലപോലെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഓവർ മിക്സ് ആവാതെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇതേപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പലഹാരം റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലെ ഇഡ്ഡലി തട്ടിലാണ്. അപ്പോൾ ഞാനിതിലേക്ക് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം നമുക്കിതൊന്ന് ഷേപ്പാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്കൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് അതൊന്ന് ഇഡ്ഡലി തട്ടിലേക്കൊന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതേപോലെ എല്ലാം ചെയ്തെടുക്കാം. നമ്മൾ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ചെറിയ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് സ്റ്റീമർ നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മാത്രം മതിയാവും. നല്ല കറക്റ്റായിട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് കറിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.